ഹലോ കൂട്ടുകാരെ, ഒരു ചെറിയ ഫാമിലിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടി വന്നിട്ടുണ്ട്. 2 കാർ പാർക്കിങ്, 2 ബെഡ്റൂം, ഉള്ളിൽ കൂടെ കോണി, ഫുൾ വർക്ക് കഴിഞ്ഞ് കിടക്കണ നല്ലൊരു വീടാണ്. ജസ്റ്റ് 2 വർഷമായിട്ടുള്ളൂ. വീട്ടുകാർ ഇടയ്ക്ക് വന്ന് താമസിച്ച് പോകുന്നുള്ളൂ. വേറെ ജസ്റ്റ് ഒന്നൊരു ക്ലീനിങ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റാണ്. സൂപ്പർ വീട് കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് പെയിൻറ് കൊണ്ടുവരണം, വേറെ ഒന്നും ചെയ്യാനില്ല. മതിൽ, ഗേറ്റ്, വീട് ഒന്ന് പെയിൻറ് ചെയ്തെടുത്താൽ അടിപൊളി നല്ല ഫ്രഷ് വീടായി. മുറ്റത്ത് 2 കാറ് പാർക്ക് ചെയ്യാലോ, അതിനുള്ള സൗകര്യം കണ്ടു നമ്മൾ. പിന്നെ ഇതാ വീടിൻ്റെ അകത്തേക്ക് കിടക്കുമ്പോൾ വിശാലമായിട്ടുള്ള ഹാളാണ്. ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു ഡൈനിങ്ങും ലിവിങ് ആയിട്ടൊരു ബോർഡർ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ചെയ്യാം. അതിനുള്ളൊരു സൗകര്യം മുകളിൽ ചെയ്തിട്ടുണ്ട്. സീലിങ്ങിൽ നല്ലൊരു ഷോക്കേസ് വരുന്നുണ്ട്. പിന്നെ കുറേ സ്ഥലങ്ങൾ നമ്മൾ കവർ ചെയ്യുന്നില്ല, കുറേ ഫോട്ടോസ് ഫാമിലി ഉണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് അതൊന്നും എടുത്തിട്ടില്ല. ഉള്ളിലൂടെ കോണ്ടുള്ള കാരണം കൊണ്ട് ഭാവിയിൽ നമുക്ക് 1-2 ബെഡ്റൂം മുകളിലെടുക്കാം. ഇനി ബെഡ്റൂംസ് നോക്കുകയാണെങ്കിൽ നല്ല വലുപ്പമുള്ള ബെഡ്റൂംസാണ്. അവിടെ ഈ പറഞ്ഞ പോലെ ഒരു 4 ബെഡ്റൂമിലേക്കുള്ള സാധനങ്ങളൊക്കെ ഇവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് നമുക്ക് വലിപ്പം പെട്ടെന്ന് മനസ്സിലാവില്ല. കണ്ടില്ലേ, ഒരു വലിയൊരു 3 ഡോറിൻ്റെ വാർഡ്രോബ് ഉണ്ട്. 2 ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂം ഉള്ളതാണ്. നല്ല സൗകര്യമില്ലേ അത്യാവശ്യം. ഇത് 2ാമത്തെ ബെഡ്റൂമാണ്. നല്ല ഒരു സൺലൈറ്റൊക്കെ ലാവിഷായിട്ട് വീടിൻ്റെ എല്ലാ ഭാഗത്തേക്കും കിട്ടുന്നുണ്ട്. കിടിലൻ ഫ്ലോറിങ് കേട്ടോ, ഗംഭീര ഫ്ലോറിങ് ആയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ വീട്ടുകാർ ഇത് ഉപയോഗിക്കുന്നില്ല, വല്ലപ്പോഴൊന്നും വരിക, താമസിക്കുക, അങ്ങനത്തെ ഒരു കൺസെപ്റ്റാണ്. അത് കാരണം കൊണ്ടാണ് എന്നാൽ കൊടുത്തു കളയാന്ന് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് അടുക്കളയിലേക്കൊന്ന് പോവുകയാണെങ്കിൽ നല്ല ഗ്ലാസ് ഡോറുള്ള ഒരു അടുക്കള, നല്ലൊരു ഗ്രിപ്പുള്ള ഒരു വുഡൻ ടൈപ്പുള്ള ഒരു ഫ്ലോറിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്ന നമ്മുടെ കബോർഡ് വർക്കുകൾ, ഒരു മരത്തിൻ്റെ ഡിസൈനിലുള്ള നല്ല അലുമിനിയം ഫാബ്രിക്കേഷനാണ് ചെയ്യുന്നത്. എൻ്റെ അമ്മോ, ഈ അടുക്കള താങ്ങാത്ത തരത്തിലുള്ള മറ്റേ വലിയ ഫ്രിഡ്ജാണ് അവിടെ ഇരിക്കുന്നത്. രക്ഷയില്ല. ഇവിടെയൊക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഗ്രാനൈറ്റ് സ്ലാബ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ താഴത്തെ ഡ്രോസൊക്കെ അടിപൊളിയാണ്. നമ്മൾ പ്ലേറ്റൊക്കെ വെച്ചിട്ട് കണ്ട ഓട്ടോമാറ്റിക് അങ്ങോട്ട് പൊക്കോളും. വേറെ റേഞ്ചാണ്. ഇത് വർക്ക് ഏരിയ. അവിടെ ഒരു അത്യാവശ്യം ഒന്ന് വിറകടുപ്പിൽ എന്തെങ്കിലും കത്തിക്കാനുള്ള സൗകര്യമുണ്ട്. ഇപ്പുറത്ത് ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാനായിട്ട് വാഷിംഗ് മെഷീനുള്ള ഒരു സ്പേസ് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഒരു കോമൺ ബാത്റൂം തൊട്ടപ്പുറത്ത് വരുന്നുണ്ട്. നല്ല ഗ്രില്ലൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ബാക്ക് സൈഡ്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് നല്ലൊരു കിണർ വരുന്നുണ്ട്. അടിപൊളി ഒരു തെങ്ങുണ്ട്. ആ തെങ്ങിലത്തെ നാളികേരം മാത്രം മതി, ഇഷ്ടം പോലെ നാളികേരം കേട്ടോ. അതും നമ്മൾ തോട്ടിയൊന്നും വേണ്ട, ടെറസിൽ കയറുന്ന കൈയെത്തിച്ച് പൊട്ടിക്കാം. ഇനി ഇതാ വീടിൻ്റെ 4 ചുറ്റും അത്യാവശ്യം സ്ഥലമുണ്ട്. ചെറിയ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ, ചെറിയൊരു കൃഷിക്കുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി മുകളിൽ നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു ടെറസ് ഏരിയ, നൈസ് വ്യൂ ആണ്. ഭാവിയിൽ നമുക്ക് 1-2 ബെഡ്റൂം എടുക്കാം. ടോട്ടൽ 5 സെൻറ്റ് സ്ഥലം, 1200 സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു സൂപ്പർ പ്രോപ്പർട്ടിക്ക് അവർ 36 ലക്ഷമാണ് ചോദിക്കുന്നത്. ഒരു നോർമൽ മാർക്കറ്റ് റേറ്റ് ആണ്. എന്തായാലും ഒരു കച്ചവടത്തിലേക്ക് എത്തുമ്പോൾ നല്ല വില കുറച്ച് നമുക്ക് ചോദിക്കാം. കിട്ടിയ ലക്കാണ് കേട്ടോ. നമ്മുടെ തൃശ്ശൂരിൽ പാവറട്ടിയിലാണ് നമ്മുടെ ഈ ഒരു വീട് വരുന്നത്. ബ്രഹ്മകുളം, ചിറ്റാട്ടുകര തുടങ്ങിയിട്ടുള്ള മെയിൻ സെൻറ്ററുകളൊക്കെ അടുത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഗുരുവായൂർ, ചാവക്കാടൊക്കെ കുറച്ച് വലിയ സിറ്റീസാണ് അവിടെ അടുത്തുള്ളതാണ്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ കാര്യങ്ങൾ അറിയാനായിട്ട് തീർച്ചയായിട്ടും നമ്മളെ വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുക. എല്ലാവർക്കും വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്. നല്ലൊരു ദിവസം ആവട്ടെ.